ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നലെ ഞാനൊരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്, കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആണ്. അപ്പം നോക്കാം എന്ത് പ്രോഫിറ്റ് വരും, ഓപ്ഷൻ പ്രീമിയം ഇവിടെ ട്രേഡ് ചെയ്യുന്നുള്ളത്. അപ്പം 9:15 ഓക്കെ. ഓക്കെ, 33,000 റുപ്പീസ്. ഓക്കെ, പുട്ട് ഓപ്ഷൻ. ഓക്കെ, എന്തായാലും ഗ്യാപ്പ് ഡൗൺ ആണ്. നിഫ്റ്റി ഏകദേശം 180 പോയിന്റ് ഡൗൺ ആണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഓപ്പണിൽ തന്നെ എനിക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, കണ്ടത് ഞാൻ, അതായത് 50 രൂപയുടെ പ്രീമിയം ഓപ്ഷൻ ഏകദേശം 85 രൂപ ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് അടിക്കാൻ നോക്കും. ഞാൻ ഒന്നുകൂടെ ഹോൾഡ് ചെയ്യുകയാണ്, എവിടം വരെ മൊമെന്റം ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഫൈനൽ. അപ്പം ഇത് അത്യാവശ്യം ഞാനൊരു 100 രൂപ വരെ പോവുകയാണെങ്കിൽ ഇത് എക്സിറ്റ് അടിക്കും. ഓക്കെ, 93, 94 ആയി, 95. ഓക്കെ, നോക്കട്ടെ ചാർട്ടിൻ്റെ ഒരു പാറ്റേണൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനിത് ഹോൾഡ് ചെയ്യും. ഓക്കെ, എന്തായാലും നോക്കാം. എന്തായാലും ഞാൻ ബാക്കിയുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞിട്ട് ട്രേഡിൻ്റെ റിസൾട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻട്രിയാണ്, ഒരു റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഹാഫ് ആയപ്പോഴാണ് റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഓർത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലോ, കാരണം മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റിംഗ് റേഞ്ചിലാണ്, അപ്പോൾ ആ ഒരു ലോ സ്വീപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ മുമ്പ് ഹോൾഡ് ചെയ്ത്, അത് ഇന്നലെ ട്രേഡ് ചെയ്ത ആ പൊസിഷൻ ഇതുവരെ എക്സിറ്റ് അടിച്ചിട്ടില്ല. അതുകൊണ്ട് പുതിയ പൊസിഷൻസും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യില്ല, കാരണം നല്ല ടൈം എടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഫുൾ റെക്കോർഡ് ചെയ്തില്ല. എന്തായാലും ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കട്ടെ. അപ്പം ഈ ഒരു ഇതാണ് ഫസ്റ്റ് ട്രേഡ് ഇന്നത്തെ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഇവിടുന്ന് ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു ബൈ സൈഡാണ് നോക്കുന്നത്. അപ്പം ഈ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് ആണ് ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് എടുക്കുന്നത്. അപ്പം ആ ഒരു ഹൈറ്റ് ലോ എന്ന് പറയുമ്പോൾ വോളിയം എവിടെയാണ് ഏറ്റവും കൂടുതൽ അഡീഷൻ വന്നിട്ടുള്ളത്, അതുപോലെ വോളിയം ഏറ്റവും കുറവുള്ള ഏരിയയും, അപ്പം ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനൊന്ന് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി താഴോട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഞാൻ ആ ഒരു ഹൈ ആണ് ഇപ്പം ഞാൻ എന്തായാലും എൻട്രി എടുക്കില്ല, കാരണം എൻട്രി എൻ്റെ പോയിന്റിൽ വന്നെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഏരിയ, എൻട്രി ഏരിയയുടെ അവിടെ വന്നെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡ് എടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഇപ്പം പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ഇല്ല. അപ്പം ആ ഒരു എൻട്രി ഏരിയ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ വളരെ ഒരു സ്ലോയിലാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, എന്തോ ഒരു റിവേഴ്സലായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്വീപ്പ്. ഓക്കെ ഗായ്സ്, ഞാനത് ആഫ്റ്റർ ദാറ്റ് ആ ട്രേഡ് മിസ്സായി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് നല്ല റിവേഴ്സൽ കിട്ടി. പക്ഷെ ആ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ശരിക്കും മിസ്സായി കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ട്രേഡാണ്, മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ആണ്. 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. അപ്പം ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 25,354 നിന്ന്. ഓക്കെ, ഇപ്പം ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു 10 ലോട്ട്. അപ്പം നമുക്ക് നോക്കാം, കാരണം ഇതും വോളിയം പ്രൊഫൈൽ ബേസ്ഡ് ആണ്. അപ്പം വോളിയം കുറവുള്ള ഏരിയയിൽ നിന്ന് വോളിയം ഉള്ളിടത്തേക്ക് സ്വീപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം. കാരണം ഞാൻ വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിക് ആണ്, അവിടെ വോളിയം അഡീഷൻ വളരെ കുറവാണ് ആ ഒരു ഏരിയയിൽ. കാരണം ആ ബ്ലൂ ലൈൻ സ്വീപ്പ് ചെയ്തു,
അതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് താഴോട്ടുള്ള ആ ഒരു വോളിയം കൂടുതലുള്ള ഏരിയ വന്നിട്ട് മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും, ശേഷം റിവേഴ്സ് പോകും. സ്റ്റിൽ ബുള്ളിഷ് ആണ്, പക്ഷെ ആ ഒരു ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ ഒരു 20 പോയിന്റ്സ്. ഇൻ കേസ് ആ ബ്ലൂ ലൈനിന്റെ മേലിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ എക്സിറ്റ് മൈ പൊസിഷൻ ബിക്കോസ് ഐ എം ഓൾറെഡി ഇൻ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കുവാണ്. ഈ ഒരു ലോസ് വന്നാലും വലിയ പ്രശ്നമില്ല. ആ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചൊരു എമൗണ്ടേ പോകത്തുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കൺസോളിഡേഷൻ പോലെയാണ് നടക്കുന്നത്. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് വെച്ചേക്കാണ്, എന്നിട്ട് ഞാനത് ഓക്കെ താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇടുന്നില്ല, കാരണം ഇത് നല്ല സമയം എടുക്കും. അപ്പം നമുക്ക് ഫയലൊക്കെ നല്ല 5-8 GB, അപ്പം ഒരു ദിവസം തന്നെ അത്രയും റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും, പിന്നീട് അതിൻ്റെ റീസൺ വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പം ഏകദേശം 2300 രൂപ. ഓക്കെ, 10 ലോട്ടാണ് എടുത്തേക്കുന്നത്. 156. ഓ, ജസ്റ്റ് റിവേഴ്സ് ആയി. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വോളിയം പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ആ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്തെ. അതായത് വോളിയം കൂടിയ ഏരിയയിൽ നിന്ന് വോളിയം കുറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അതൊരു ചെറിയൊരു മെത്തേഡാണ്, അത് മാത്രം എടുത്തിട്ട് ട്രേഡ് ചെയ്യല്ലോ കേട്ടോ. ഞാനത് ആ ഒരു ഹൈ വന്നപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് എക്സ്പെക്ട് ചെയ്തു. പിന്നെ ഈ ഒരു വോളിയം പ്രൊഫൈലും കൂടെ വന്നതുകൊണ്ട് അവിടെ ഒരു കൺഫർമേഷനാണ്, കാരണം അതൊരു പുൾ ബാക്ക് ആണ്. ആ ടാർഗറ്റിൻ്റെ അവിടെയുള്ള ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും, റെഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ഒരു ലൈൻ. അപ്പോൾ അത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ടാർഗറ്റ് എത്താറായി. ഓക്കെ, ടാർഗറ്റ് എത്തി. ഓക്കെ, ഇവിടുന്ന് ഞാനൊരു ഇമ്മീഡിയറ്റ് റിവേഴ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, ടാർഗറ്റ് കിട്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഏകദേശം ഒരു പ്രോഫിറ്റ് ഓക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 52,000 രൂപയോളം പ്രോഫിറ്റ് ഇന്ന് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.